ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി സിമ്പിളും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം. നമ്മളിന്ന് വാങ്ങിയ ഞണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഡിസൈനൊക്കെ ആയിട്ട് ഓരോ ഞണ്ടും ഓരോ ഓരോ വെറൈറ്റി ആയിരുന്നു. ഇനി ഈ ഞണ്ടിന് എന്തെങ്കിലും പ്രത്യേക പേരുണ്ടോന്നൊന്നും അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. സാധാരണ നമ്മൾ ഞണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്മയാണ് കേട്ടോ നന്നാക്കാറ്. ഇന്ന് എനിക്കൊരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ നന്നാക്കാതിരുന്നതാണ്. സത്യം പറയാൻ ഞാൻ ആദ്യമായിട്ടാണ് ഞണ്ട് നന്നാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ഒക്കെ എനിക്ക് എങ്ങനെ ആക്കിയിട്ട് ഒന്ന് ക്ലീൻ ആവാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നേ. രണ്ടെണ്ണമൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ടെക്നിക്ക് മനസ്സിലായിട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഈസി ആയിട്ട് തോന്നിയേ. പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഉള്ളിലുള്ള ഈ പൊന്ന് എന്ന് പറയുന്ന സംഭവം കഴിക്കാൻ പറ്റണമെന്ന് അറിയുന്നത്. ഇത്രയും കാലം നമ്മൾ ഞണ്ടൊക്കെ വാങ്ങുമ്പോൾ ആ സംഭവം എന്തോ വേസ്റ്റ് ആണെന്ന് വിചാരിച്ച് കളയുമായിരുന്നു കേട്ടോ. യൂട്യൂബിൽ വീഡിയോ നോക്കിയപ്പോൾ നമ്മൾ ഞണ്ട് റോസ്റ്റും കറിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും ടേസ്റ്റ് കൂടുന്ന ഒരു ഐറ്റമാണ് ഈ പൊന്ന് എന്ന് പറയുന്നത്. സത്യമായിട്ടും എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു കേട്ടോ. എന്നെപ്പോലെ ഇതൊന്നും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നേ. ഞാൻ മാത്രമാണോ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോയെന്ന് അറിയാലോ. ഈ ഞണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ഞണ്ട് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പേ ഞാനൊന്ന് കഴുകിയതായിരുന്നേ. പിന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഞാൻ ഒന്നുകൂടി കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകുന്ന ടൈമിൽ തന്നെ അത്യാവശ്യം പൊന്നൊക്കെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് പൊന്ന് തന്നെയാണോ പറയാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരുണ്ടോന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. യൂട്യൂബിൽ നോക്കിയപ്പോൾ പൊന്ന് എന്നാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ഞണ്ട് ക്ലീനിങ്ങിൽ അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ക്ലീൻ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഞണ്ടും ചെമ്മീനൊക്കെ കറി വെക്കാനാണ് സിമ്പിൾ കേട്ടോ. പക്ഷെ നന്നാക്കി എടുക്കാനാണ് നല്ല ബുദ്ധിമുട്ട്. അത്യാവശ്യം ടൈം പോകുന്നതും അവിടെ തന്നെയാണ്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ വഴണ്ടി വന്നു. ഇന്നത്തെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നത് അച്ഛനാണ് കേട്ടോ. ഞാൻ നന്നാക്കി എടുക്കാൻ അത്യാവശ്യം ടൈം എടുത്തുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അച്ഛൻ പെട്ടെന്ന് തന്നെ വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് നന്നാക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ എനിക്ക് സപ്പോർട്ടായിട്ട് ഒരാൾ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ മഞ്ഞയില്ലേ, ഇത്രയും കാലം ഞങ്ങൾ എടുക്കില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇത് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ. സവാളയൊക്കെ നല്ലോണം വഴണ്ട് വന്നതിലേക്ക് തക്കാളി കൂടി ആഡ് ചെയ്ത് നല്ലോണം വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ കൂട്ടൊന്ന് വഴണ്ട് വന്നിട്ട് വേണം കേട്ടോ നമുക്ക് മസാലയൊക്കെ ഇടാൻ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഈ മസാലയൊക്കെ ഇട്ടിട്ട് ഈ മസാല ഒന്ന് മൂത്ത് വരുന്നവരെ പിന്നെ നല്ലോണം വഴറ്റി എടുക്കണേ. എല്ലാം വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കും. ഇത് തിളച്ച് നമ്മൾ മെയിൻ ഐറ്റം ഞണ്ടിടാൻ പോവാണ് കേട്ടോ. നല്ല ചൂടാ, കൈ കൊള്ളുന്നത് പിടിച്ചിട്ടാട്ടോ സ്പൂണൊക്കെ എടുത്ത് നല്ല മിക്സ് ചെയ്യും കേട്ടോ. എല്ലാ ഞണ്ടിൻ്റെ മുകളിൽ കൂടി ഈ മസാലയൊക്കെ നല്ല മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല റോസ്റ്റ് പരിവായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ നമുക്ക് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എല്ലാം കഴിക്കാൻ പറ്റുമേ. ഞണ്ടൊക്കെ കിട്ടുന്ന സീസൺ ആകുമ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.